പഴുത്തത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം വിശക്കുന്നു അമ്മി എന്നും പറഞ്ഞുകൊണ്ട് കമലാമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇരിക്കും മോനെ, ഞാൻ നിനക്ക് ഭക്ഷണം എടുത്തു തരാം എന്ന് കമലാമ്മ പറഞ്ഞുകൊണ്ട് ഭക്ഷണമെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ മാഷ് കയറി വരികയാണ്. മാഷ് പറയുന്നുണ്ട്, കമലേ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ കമലാമ്മ പറയും, അതെ മാഷേ, ഒരു 5 മിനിറ്റ് വിക്രം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ മാഷിന് വിളമ്പിത്തരാം എന്ന് പറയുകയാണ്. അപ്പോൾ മാഷ് അവിടെ ഇരിക്കുക കേട്ടോ. പിന്നീട് വിക്രമിനോട് ചോദിക്കുകയാണ് കമലാമ്മ, അതെ വിക്രം, നീ എന്തിനാ അടിയുണ്ടാക്കിയത്? നീ ഇന്നലെ ഒരാളെ ഇട്ട് അടിച്ച് അവനെ കൊല്ലാറാക്കിയെന്നൊക്കെയാണല്ലോ ഞാൻ കേട്ടത്. പിന്നെ നീ ഒരാളെയും വെറുതെ അടിക്കില്ലെന്ന് എനിക്കറിയാം. എന്താ മോനെ കാര്യം? എല്ലാവരും കേൾക്കട്ടെ. നീ വെറുതെ ഒന്നും ആരെയും ഉപദ്രവിക്കില്ല. എന്താണ് സത്യം എന്ന് ഇവിടെയുള്ളവരെല്ലാവരും അറിയണം. മോനെ നീ പറ എന്ന് പറയാട്ടോ. അപ്പോൾ വിക്രം അമ്മയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അതെ അമ്മേ, എനിക്ക് ആ കാര്യം പറയാൻ പറ്റത്തില്ല. അമ്മയോട് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അവനെ അടിച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല അമ്മേ. അമ്മ എത്ര ചോദിച്ചിട്ടും കാര്യമില്ല. ഇനി ദൈവം തമ്പുരാൻ വന്ന് ചോദിച്ചാൽ പോലും ഞാനത് പറയത്തില്ല. ഇനി ഇക്കാര്യത്തെക്കുറിച്ച് അമ്മ എന്നോട് ഒരു വാക്കുപോലും സംസാരിക്കരുതെന്ന് പറയുക കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കുറച്ച് പോലീസുകാർ വരികയാണ്. ഇൻസ്പെക്ടർ വന്ന ഉടനെ തന്നെ മാഷിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, മാഷേ നമസ്കാരം. മാഷ് നല്ല അധ്യാപകനുള്ള അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ആളല്ലേ. ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും മാഷിനെ നല്ല കാര്യമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാം, മാഷിൻ്റെ മകനുണ്ടല്ലോ, അവനൊരു തെമ്മാടിയായി പോയില്ലേ, ഒരു ഗുണ്ടയായി പോയി. എന്തായാലും അവൻ ഇന്നലെ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ മാഷ് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒരുത്തനായിട്ട് അടിച്ച് അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള സ്ഥിതിയിലാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. മരണത്തോട് മല്ലടിച്ച് കിടക്കുക. മാഷിനറിയാവോ? എന്നിട്ട് പോലും അവനെ ഉപദ്രവിച്ചത് ഈ വിക്രമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മാർക്കറ്റിലുള്ള ഒരാൾ പോലും അവനെതിരായിട്ട് ഒരു മൊഴി പോലും തരുന്നില്ല. ആരെങ്കിലും ഒരാൾ അവനക്ക് എതിരായിട്ടൊരു മൊഴി തന്നിരുന്നെങ്കിൽ ഞാൻ അവനെ പിടിച്ചകത്തിട്ടേനെ എന്ന് പറയുകയാണ്. ഇത് കേട്ട് എല്ലാവരും തന്നെ പകച്ച് നിൽക്കുകയാണ്. വിക്രമാണെങ്കിൽ ഭക്ഷണം കഴിക്കൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ്. ഇൻസ്പെക്ടറെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അപ്പോഴേക്കും നമ്മുടെ മാഷ് ചോദിക്കുന്നുണ്ട്, ഇൻസ്പെക്ടർ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഫോൺ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ്റെ സ്ഥിതി നിങ്ങളൊന്ന് കാണ് ആദ്യമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോ കണ്ട ഉടനെ തന്നെ മാഷ് അങ്ങ് ഞെട്ടു കേട്ടോ. അമ്മാതിരി കിടത്തുവാണ് അവൻ കിടക്കുന്നത്. തലയിലും കാലിലും മേലാസകലം വെച്ച് കെട്ടിയിട്ടാണ് കിടക്കുന്നത്. ഹോസ്പിറ്റലിൽ സീരിയസ് ആയ ലെവലിലാണ്, ഓക്സിജനൊക്കെ കൊടുത്തുകൊണ്ട് കിടക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് അവൻ്റെ അവസ്ഥ. നിങ്ങളുടെ മകനെ അവനെ എമ്മാതിരി അടിച്ചിരിക്കുന്നതെന്ന് അറിയാവോ? എന്തായാലും ഇവനെതിരായി ആരെങ്കിലും ഒരാൾ ശബ്ദിച്ചാലുണ്ടല്ലോ, ഇവനെ ഞാൻ അങ്ങ് അകത്താക്കും എന്ന് പറയാട്ടോ. ഇത് കേട്ടുകൊണ്ട് ഞാനുണ്ട് സാറേ, ഞാൻ സാക്ഷി പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ അങ്ങോട്ട് വരികയാണ്. അത് കേട്ട് വീണ്ടും എല്ലാവരും ഞെട്ടുന്നുണ്ട്. നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട്, മോളെ വേദ നീ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അമ്മ മിണ്ടാതിരിക്കുമെന്ന് പറയുന്നുണ്ട് വേദ. എന്നിട്ട് ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്, അതെ സാറേ, ഞാൻ കണ്ടതാ. ആദ്യം മുതൽ അവസാനം വരെ അവനെയിട്ട് അടിക്കുന്നത്, വിക്രം അടിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാറേ. ഞാൻ എവിടെ വേണമെങ്കിലും സാക്ഷി പറയാൻ, ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ സാക്ഷി പറഞ്ഞോളാം സാറേ എന്ന് ഇൻസ്പെക്ടർ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇൻസ്പെക്ടർ ഓടി ചെല്ലുന്നുണ്ട് വേദയുടെ അടുത്തേക്ക്. കിട്ടിയ ചാൻസ് മുതലാക്കാനുള്ള ഒരു ഇതാണ് ഇൻസ്പെക്ടറിൻ്റെ ഭാഗത്തു നിന്നും. അങ്ങനെ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, നീ അവൻ്റെ ഭാര്യയല്ലേ, കോടതിയിലെത്തി നീ മൊഴി മാറ്റില്ല എന്നെന്താ ഉറപ്പെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല സാറേ, ഞാൻ ജസ്റ്റിസ് ശങ്കരനാരായണൻ്റെ മോളാ, അറിയോ. ഞാൻ ഒരിക്കലും പറഞ്ഞ വാക്ക് തിരുത്തി പറയത്തില്ല എന്ന് പറയാട്ടോ. എങ്കിൽ ശരി, താൻ അങ്ങോട്ട് കോടതിയിലേക്ക് സ്റ്റേഷനിലേക്ക് വാ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, സാർ നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പിറകെ ഒരു ഓട്ടോ വിളിച്ച് വന്നോളാം എന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ വിക്രം ഒന്നും തന്നെ മിണ്ടുന്നില്ല. ദേഷ്യത്തോടെ വേദയെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പോലീസുകാർ വന്ന് വിക്രമിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പിറകെ തന്നെ നമ്മുടെ വേദ ഒരു ഓട്ടോ വിളിച്ച് ചെല്ലുന്നുണ്ട്. കമലാമ്മ പിറകെ ഓടുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ ഒന്നും ചെയ്യരുത്, കൊണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പിറകെ ഓടുന്നുണ്ട്. പിന്നീട് സ്റ്റേഷനിലാണ് കാണിക്കുന്നത്.
വേദ ഒരു പെറ്റീഷൻ എഴുതി എല്ലാം അവിടെ കണ്ട കാര്യങ്ങൾ എല്ലാം അയാളെ ഇട്ട് അടിക്കുന്നതും ആദ്യം മുതൽ അവസാനം വരെ വേദ കണ്ട റോഡിൽ വെച്ച് കണ്ട എല്ലാ കാര്യങ്ങളും എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ വേദ ഇങ്ങനെ വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രമാണെങ്കിൽ വേദയും അങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. എന്നാലും രണ്ടുപേരുടെയും മുഖത്ത് ദേഷ്യമായിരിക്കും. ഒപ്പിട്ടതിന് ശേഷം വേദ വിക്രമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കണ്ട കാര്യം മുഴുവനായും എവിടെയാണെങ്കിലും ഏത് കോടതിയിലായാലും ഞാൻ പറഞ്ഞിരിക്കുമെന്ന് പറയാട്ടോ. അപ്പം വിക്രം പറയുന്നുണ്ട്, നീ പോടി, നീ എന്ത് പറയണം എന്ത് പറയണ്ടായെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, നിന്നോട് ഞാൻ ചോദിച്ചുമില്ല പറഞ്ഞുമില്ലല്ലോ, നീ പോയി നിൻ്റെ പണി നോക്കെന്ന് പറയാട്ടോ. അങ്ങനെ വേദ അവിടെ നിന്നും പോരുന്നുണ്ട്. പിന്നീട് നമ്മുടെ കമലാമ്മയെ കാണിക്കുന്നത്, കമലാമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ മോനെ ഒന്ന് ആരെങ്കിലും രക്ഷിക്കുക എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ നന്ദിനിക്ക് എരുതിയിൽ എണ്ണഴിക്കുന്ന സ്വഭാവമാണല്ലോ. നന്ദിനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അതെ നിങ്ങൾക്കെല്ലാവർക്കും അവളെ എന്തൊരു ഇഷ്ടമായിരുന്നു, തലയിൽ കയറ്റി വെച്ചല്ലേ നടന്നിരുന്നത്. ഇപ്പോൾ എന്തായാലും വിക്രമിനെ ഇനി പുറത്തിറങ്ങാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ അങ്ങ് മരിച്ചു പോയാലുണ്ടല്ലോ, വിക്രമിനെ തൂക്കുകയറാ കിട്ടാൻ പോകുന്നത് എന്ന് പറയാട്ടോ. അത് കേൾക്കുന്ന കമല അമ്മ ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രീജയാണെങ്കിൽ ദേഷ്യത്തോട് നന്ദിനിയോട് പറയുന്നുണ്ട്, അതെ ശ്രീജ നീയൊന്നും മിണ്ടാതിരിക്കേ, നിനക്ക് എവിടെ എന്ത് പറയണമെന്ന് ഒരു അറിവുമില്ല, നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട്, അമ്മ അല്ലെങ്കിൽ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയാട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അതെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കുഴപ്പമാണ്. ആ വേദയുണ്ടല്ലോ എടുത്ത് തലയിൽ വെക്കുമ്പോഴേ നിങ്ങൾ ആലോചിക്കേണ്ടതായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത്. ഞാൻ എന്നേ പറഞ്ഞതാ അവളെ ആട്ടി പുറത്താക്കാൻ, ആരും കേട്ടില്ലല്ലോ, ഇനി നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറയാട്ടോ. അപ്പോഴേക്കും നമ്മുടെ കമലാമ്മ തലയിൽ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്. വിശ്വത്തോടും വിനയനോടൊക്കെ പറയുകയാണ്, എടാ നിങ്ങൾ ആരെങ്കിലും ചെന്ന് എൻ്റെ മോനെ ഒന്ന് രക്ഷിക്കടാ, അവൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, എനിക്കറിയാം അവന് നല്ലതിന് വേണ്ടി മാത്രമേ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ, അവനല്ലാണ്ട് ഒരു തെറ്റും ചെയ്യില്ലടാ, എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേദ കയറി വരികയാണ്. കയറി വന്ന പാടെ കമലാമ്മയ്ക്ക് ദേഷ്യം വരും കേട്ടോ. വേദയെ കാണുന്ന സമയത്ത് വേദയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അകത്ത് പോയി വെള്ളമെടുത്ത് കുടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വീണ്ടും വന്ന് അവിടെ ഇരിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ കമലാമ്മ അവിടുന്ന് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വേദേ നീ എന്താ കാണിച്ചത്? എൻ്റെ മോനെ നീ എന്താ കാണിച്ചത്? നീ പോയി ഒപ്പിട്ട് കൊടുത്തോ എന്ന് പറയാട്ടോ. അപ്പോഴേക്കും വേദ പറയും, അതെ ഞാൻ ഒപ്പിട്ടു എന്ന് പറയാട്ടോ. അപ്പോൾ വായ് പൊളിച്ച് നിൽക്കുക നമ്മുടെ കമലാമ്മ.